ഹാപ്പി ദീപാവലി. വാ കുഞ്ഞു നിങ്ങളുടെ റെഡി 1 2 3 ഹാപ്പി ദീപാവലി. ഹായ്, എല്ലാവർക്കും എൻറൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ദീപാവലിയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഡൽഹിയിലാണ്, ഡൽഹിയിൽ നോയിഡയിലാണ് ഉള്ളത്. സോ ഇപ്രാവശ്യം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ദീപാവലി ആണ് ആഘോഷിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. സോ നമ്മുടെ നാട്ടിലേക്കാളും വളരെ പ്രത്യേകത ഉണ്ട്. ഇവർക്ക് ദീപാവലി വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. വളരെ വലിയൊരു സെലിബ്രേഷൻ ഉള്ളൊരു ദിവസമാണ് ഇവർക്കുടെ ദീപാവലി എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ദീപാവലി നമ്മളപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യൻ ആൾക്കാരുടെ കൂടെയാണ്. എൻ്റെ അനിയത്തിയാണ് ആക്ച്വലി ഇവിടെയുണ്ട്. അപ്പോൾ അവൾക്കുടെ വീട്ടിലാണ് ഞങ്ങൾ. തൊട്ടടുത്തെല്ലാം ഹിന്ദിക്കാരാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദീപാവലി ആഘോഷിക്കുന്നത് അവരുടെ കൂടെയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ പുതിയ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹാപ്പി ദീപാവലി. വാ കുഞ്ഞു നിങ്ങളുടെ റെഡി 1 2 3 ഹാപ്പി ദീപാവലി. കുഞ്ഞൂസേ എന്നാ പരിപാടി? ഭയങ്കര പൊല്യൂഷനാണ് കേട്ടോ. ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. അവിടെ ഇവയാ വെക്കണ. ഹാപ്പി ദിവാലി. കുഞ്ഞു കൊണ്ട് കത്തിച്ചു കൊടുക്കടാ. പിടിച്ചോടാ കുഞ്ഞുസേ. മാറ്റിക്കോ. ഒരെണ്ണം കത്തിയില്ല. അപ്പൊ അതിന് കത്തുവാണ് ചേട്ടായി. അയ്യോ എല്ലാം കെട്ടുപോയല്ലോ. അത് പൊട്ടു, അത് പൊട്ടൂട്ടോ. അതും ചേച്ചിപ്പോയി. നമുക്ക് നാളെ എങ്ങനെ ചൂടാക്കി വെയില് അത് തന്നെ എടുക്കണ്ടല്ലേ. അത് എന്നാ കറക്ക് ചക്രം വെക്ക്. എല്ലാം വെക്കാതെ മക്കളെ. ഒന്നാ പൊട്ടുന്നു. ഇത് അടച്ചു വെച്ച് കഴിയുമ്പോൾ അത് താഴ്ത്തുന്നത്.
നിങ്ങളെ പറ. ഹാപ്പി ദിവാലി. അപ്പം നമ്മുടെ ഹാപ്പി ദിവാലിയുടെ ആഘോഷം നടക്കുകയാണ്. കണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ ഹാപ്പി ദിവാലിയുടെ ആഘോഷം നടക്കുകയാണ്. അച്ചുട്ടി പറഞ്ഞത് ശരിയാണ്. അവിടെ നോക്ക്, ഇവിടെ നോക്കുക. ഞങ്ങളുടെ പരിപാടി എന്തായാലും കഴിഞ്ഞു. അപ്പോൾ കുറച്ച് അപ്പുറത്ത് മാടി കുറച്ച് പയ്യന്മാർ വാശിക്ക് നിന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും അവന്മാരെ ഒന്ന് കണ്ട് അവന്മാരുടെ അടുത്തുനിന്ന് പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനും വളരും കൂടി ഇറങ്ങിയതാണ്. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവന്മാരുടെ നല്ല പൂത്ത കാശുണ്ടെന്ന് തോന്നണം. നല്ല പടക്കങ്ങൾ അതുപോലെ ഇഷ്ടം പോലെ മേടിച്ചാൽ പൊട്ടിക്കുന്നത്. നല്ല പൈസ ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചാൽ പൊട്ടിക്കുന്നത്. അത് ഇവന്മാർ ആക്ച്വലി മണിക്കൂറുകളായിട്ട് നിന്ന് പൊട്ടിക്കുന്ന ടീംസ് ആണ്. ഞങ്ങളവിടെ വീടിന്റെ വെളിയിൽ ഇറങ്ങി നിന്നപ്പോൾ പോലെ ഇവന്മാരിവിടെ പൊട്ടിക്കുന്നതാണ്. ഇതുവരെ ഇവന്മാർ നിർത്താൻ ഒരു ഭാവവും 10 കണക്കിന് അടുക്കി വെച്ചേക്കാന്ന് തോന്നുന്നു. അതേതാ മറ്റേ സാധനം. തായിൽ മറിഞ്ഞ സൈലോട്ട് വരായിരുന്നാ മതി. ഇത് ആക്ച്വലി ഒരു മോളിൽ പറന്നു പോകുന്ന സംഭവമാണ്. ഇതിൻ്റെ അകത്ത് തിരി വെച്ച് കത്തിച്ചിട്ട് ഇത് ആക്ച്വലി ഒരു മുകളിലോട്ട് പറന്നു പോകുന്ന സാധനമാണ്. ഇത് കത്തി നേരെ മോളിൽ പോവും. അങ്ങനെ മോളിൽ പറന്നു പോകുന്ന സംഭവമാണത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലൊന്നും ഇതില്ല. ഇവിടെ ഞാൻ ആകാശത്തോട് പറന്നു പോകുന്ന 1-2 കണ്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ട് ആകാശത്തോട്ട് പറന്നു പോകുന്നത്. പക്ഷെ ഇതെങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് അറിയത്തില്ല. അത് കത്തിച്ചിട്ട് അവിടെ വയ്ക്കുമായിരിക്കും. अभी और भरेंगे। क्या चला रहे? अनार वाला पानी। अनार और पता नहीं कहाँ गया। पता नहीं। अभी तो नहीं खाया ना। देख नहीं।
अच्छा नीचे रख दो, अपने आप उड़ेगा। अपने आप साइड बना दी उसने लग गया। വിട്ടോ പോയിരിക്കും. हवा है लगता है. വാ സാധനം നേരെ പറത്ത് പോകുന്നുണ്ട്. തിരി നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ചാടി വീണ് കത്തി ഇതാവെന്ന് പറയാൻ പറ്റത്തില്ല. വാ യെസ് हाय भैया के चैनल को सब्सक्राइब करो. ആ സാധനം നേരെ പറത്തി വിട്ടിട്ടുണ്ട്. ഇതെവിടെ പോയി ചെന്ന് ചാടുമെന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഈ സാധനം കണ്ടിട്ടില്ല നമ്മൾ. കാരണം നമ്മുടെ നാട്ടിൽ അത് അലൗഡാണെന്ന് അറിയത്തില്ല. ഇവിടെ എന്തായാലും ഇവരിതെല്ലാം നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് 2-3 ഞാൻ കണ്ടതാണ്. ഇതിന് മുമ്പും ഇങ്ങനെ ആകാശത്തോടെ പറന്നു കൊണ്ട് കണ്ടതാണ്. ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ എവിടെയെങ്കിലും റവർത്തോട്ടത്തിലേക്ക് ചെന്ന് വീണത് അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ മൊത്തം ബിൽഡിംഗ് ആണ്. എന്നിട്ട് ഇവരിത് പറത്തി വിടുന്നുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങളും കൂടെ കൂടി അങ്ങ് പറത്തി വിട്ടിട്ടുണ്ട്.